ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പത്രമാറ്റിൽ നയനയുടെ മരണം ആനന്ദപുരിയെ വിറപ്പിക്കുകയാണ്. അതായത് ഇത് ജെനുവിനായിട്ടുള്ള കഥയാണ്. ഇനി പത്രമാറ്റിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു പത്രമാറ്റ് റിവ്യൂ കണ്ടതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദർശിന്റെ അമ്മയ്ക്ക് ജീവിതം നൽകിക്കൊണ്ട് നയന യാത്രയാവുകയാണ്. എന്തായാലും ഇനി വരാനിരിക്കുന്ന ജെനുവിനായിട്ടുള്ള എപ്പിസോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഒരു വിഷയം കരളിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരള് മാറ്റി വെക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ അതിനൊരാളെ സംഘടിപ്പിക്കേണ്ടി വരും. ഇനി ഒട്ടും സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. ആ സമയം ആദർശിനെ ഈ ചതി ചെയ്തവർ ആരാണെങ്കിലും വെറുതെ വിടരുതെന്ന് മനസ്സിലിങ്ങനെ ദേഷ്യത്തോടെ തോന്നുക കേട്ടോ. അപ്പൊ ജയൻ പറയുന്നുണ്ട്, മോനെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടേ പറ്റൂ. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത്. ആ സമയം തന്നെ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് നയന അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാൻ അമ്മയ്ക്ക് കരള് കൊടുത്ത് സഹായിച്ചോളാം. എനിക്ക് അമ്മയ്ക്ക് കരള് കൊടുക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. നയനെ, അതൊന്നും പറ്റില്ല. നിന്റെ ബോഡി ഇപ്പൊ ബ്ലഡ് കൊടുത്തിട്ട് തന്നെ ആകെ വീക്കായിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സർജറിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കും. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ, ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇനിയും ജീവിക്കാനുള്ളതാണ്. ജീവിതം വെച്ചല്ല കളിക്കേണ്ടത്. അച്ഛാ, എനിക്ക് അമ്മയ്ക്ക് ലിവർ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്റെ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കഴിച്ചോളാം. എന്റെ ആരോഗ്യം ഞാൻ നന്നായി നോക്കിക്കോളാം. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളാം അച്ഛാ. ഇനി ചുരുങ്ങിയ സമയമുള്ളൂ. എവിടെ നിന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതല്ല ഇത്. ഇതിന് ഞാൻ തയ്യാറാണ്. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ, അത് വേണ്ട. എന്താ വേണ്ടത് ആദർശേട്ടാ? ആദർശേട്ടന് അമ്മയുടെ സ്നേഹമില്ലേ? എനിക്ക് അമ്മയുടെ സ്നേഹം ഇല്ലായിട്ടല്ല. നിനക്കിപ്പോൾ അമ്മയെ സഹായിക്കാൻ പറ്റില്ല നയനെ. എന്തായാലും നമുക്ക് ഡോക്ടറോട് ഈ വിവരം പറയാലോ. അച്ഛാ, ഒന്ന് സമ്മതിക്കച്ചാ, നമുക്ക് ഡോക്ടറോടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ആദർശേ, നമുക്കെന്തായാലും ഈ വിവരം ഡോക്ടറോടൊന്ന് പറയാം, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കിയെല്ലാം. അങ്ങനെ ഇവർ 3 പേരും പാടി ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ കാര്യം ജയൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, അയ്യോ, എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ബോഡി ഒട്ടും ഇതിന് ഓക്കെയല്ല. ഒരു സർജറിയും കൂടി കഴിഞ്ഞാൽ അത് ഈ കുട്ടിയുടെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ഡോക്ടർ, ഒരിത്തിരി പോലും ചാൻസ് ഇല്ലേ എന്നെ രക്ഷിക്കുക? പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഗ്യത്തിൽ ജീവിതം തിരിച്ചു കിട്ടിയെന്നിരിക്കാം. എന്നാ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയാലോ? എന്നാ നയന ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറെ. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ശരി, എന്നാ പിന്നെ ഞാൻ തരുന്ന മരുന്നുകളും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് കഴിച്ചോളണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ, ഇത് വേണോ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നയന കരള് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ ആദർശ് നയനോട് പറയുന്നുണ്ട്, നയനെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ആദർശേട്ടാ, എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. അമ്മയുടെ ജീവിതം തിരിച്ചു കിട്ടണം. അത് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മല ചവിട്ടാൻ മാലയിട്ടിരിക്കില്ലേ. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. എന്തായാലും നയന ഓപ്പറേഷന് തയ്യാറാവുകയാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ, ഇത് നിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കണം. ആദർശേട്ടാ, ഇപ്പൊ വിളിച്ചറിയിക്കേണ്ട. എല്ലാം കഴിഞ്ഞിട്ട് അവരെ അറിയിച്ചാൽ മതി. ഒരിക്കലും പറ്റില്ല നയനെ. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അത് നിന്റെ അച്ഛനും അമ്മയെ അറിയിച്ചേ പറ്റൂ. അത് മാത്രം നീ വാശി പിടിക്കരുത്. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവരെ അറിയുന്നതെങ്കിൽ പിന്നെ അവർ നമ്മളോട് ചോദിക്കില്ലേ? എന്ന് ആദർശേട്ടൻ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ ഇതിന് തടസ്സാകുന്ന ഒന്നും അവർ പറയരുത്. എന്തായാലും അങ്ങനെ ആദർശ് കാര്യങ്ങളൊക്കെ നയനയുടെ വീട്ടിൽ വിളിച്ചറിയിക്കുന്നുണ്ട്. അവരൊക്കെ ആകെ വിഷമത്തിലാണേ. അപ്പൊ ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, കനകെ, മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് മോള് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ മോളുടെ ബോഡി നന്നായിട്ട് വീക്കായതാ. അതിന് പുറമെ ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ മോൾക്കത് താങ്ങുമെന്ന് അറിയില്ല. അപ്പൊ കനക പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ടാ, മോളല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പ്രത്യേകിച്ച് നല്ലൊരു കാര്യമാണ്. എന്നാലും എനിക്ക് മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. നന്ദു ഒരു ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ കനക പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കെ, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലോട് ചെല്ലാം. അവിടെ എത്തിയാൽ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ നയനയും ദേവ്യാനിയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. ആ സമയത്ത് ആദർശനെ നെഞ്ഞിടിപ്പോടെ ഇങ്ങനെ നോക്കി നിൽക്കാണ് അമ്മയും സ്വന്തം ഭാര്യയെയും. ആദർശിന്റെ കണ്ണിന്ന് കണ്ണീരൊക്കെ ഉറ്റി വീഴുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയിന് ആദർശിന്റെ തോളി തട്ടിയിട്ട് പറയുന്നുണ്ട്, ആദർശെ, വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. എല്ലാവരും ഹോസ്പിറ്റലിൽ നിരനിരയായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ, അവള് കരള് നൽകിയിട്ടേ വലിയ ആളാകാനാ വിചാരം. ആ ദേവ്യാനി എങ്ങനെയെങ്കിലും അവൾക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള അടവാ ഇതൊക്കെ. എന്തായാലും അവൾ എന്തും കൊടുത്തും അവൾക്ക് കിട്ടേണ്ടത് നേടിയെടുക്കുന്നുള്ളത് മനസ്സിലായില്ലേ മോളെ? അതുകൊണ്ട് ഇനി മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അച്ഛാ, എൻ്റെ ഒരേ പ്രാർത്ഥന അവളങ്ങി ഓപ്പറേഷൻ്റെ ഇടയിൽ വെച്ച് ചത്തുപോയാൽ മതിയായിരുന്നു എന്നാ.
അങ്ങനെ സംഭവിക്കട്ടെ മോളെ, എന്തുണ്ടായാലും നമുക്കെന്താ പ്രശ്നം. അങ്ങനെ പിന്നെ 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഏകദേശം ഓപ്പറേഷനൊക്കെ അവസാനിച്ചു, ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ ആദർശും ജയനും ഒക്കെ ഓടി ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ എന്തായി? ഒന്നും പറയാനായിട്ടില്ല, ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി രണ്ടുപേരുടെ അവസ്ഥ അറിയണമെങ്കിൽ രണ്ടുപേരും കണ്ണു തുറന്നേ മതിയാകൂ. എന്തായാലും കുറച്ച് സമയം കൂടി കഴിയട്ടെ, ഓപ്പറേഷൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞു. അതിന് ദൈവത്തോട് നന്ദി പറയൂ. ഇതും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ കനക ഓടി ആദർശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ എന്താ ഡോക്ടർ പറഞ്ഞത്? അമ്മേ, ഓപ്പറേഷനൊക്കെ സക്സസ് ആയി നടന്നാ പറയുന്നത്. ഇനി എന്തെങ്കിലും ആരെങ്കിൽ അവർ രണ്ടുപേരും കണ്ണു തുറന്നേ പറ്റൂ. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ജയൻ പറയുന്നുണ്ട്, കനകെ താൻ വിഷമിക്കാതിരിക്കൂ, മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഗോവിന്ദനോട് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പൊ ആദിശ് പറയുന്നുണ്ട്, അതെ അമ്മേ, അച്ഛൻ ഇതൊന്നും അറിയണ്ട. ഒന്നാമത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ആൾക്ക് ഇതൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്നിരിക്കില്ല. എന്തായാലും വിഷമിച്ചോണ്ട് കനക പോവാട്ടോ. അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ദേവ്യാനി കണ്ണു തുറന്നെന്ന് കുറച്ച് നേഴ്സ് വന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഡോക്ടർ ഓടിപ്പോയിട്ട് ഐസിയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ദേവ്യാനി പതുക്കെ കണ്ണു തുറന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ദേവ്യാനി നിങ്ങളിപ്പോ ഓക്കെ അല്ലേ? എന്തൊക്കെയാ ഡോക്ടർ സംഭവിച്ചത്? ഇപ്പം ഒന്നും അറിയണ്ട, ഒരു സർജറി കഴിഞ്ഞിരിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ. ഡോക്ടർ, എനിക്ക് അറിയണമെന്നുണ്ട് എനിക്ക് സംഭവിച്ചത്. വിഷം നിങ്ങളുടെ കരളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കരൾ മാറ്റിവെക്കേണ്ടി വന്നു. കൃത്യസമയത്തിന് ഒരാൾ ദേവ്യാനിക്ക് കരൾ തരാൻ തയ്യാറായി. അയാൾ കരൾ തന്നതിനോണ്ടാ ഇപ്പൊ ദേവ്യാനി ജീവിച്ചിരിക്കുന്നത്. അതിന് അയാളോട് ദേവ്യാനി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പിന്നെ ദേവ്യാനിക്ക് ബ്ലഡ് തന്ന ആള് തന്നെയാണ് കരളും തന്നത്. ഡോക്ടർ, എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ, അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലഡും കരളും തന്നൊന്നും അയാളന്ന് ഒരു കാരണവശാലും നിങ്ങളെ അറിയിക്കരുതെന്നാ. അയാൾക്ക് നിങ്ങളെ കാണണമെന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ദേവ്യാൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, ദൈവം എൻ്റെ മുന്നിൽ വന്നിട്ടും എനിക്ക് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ആരാ എന്നെ സഹായിച്ചത്? ആരായാലും 100 കോടി പുണ്യം കിട്ടും. അയാളെ എനിക്കൊരു നോക്കിയെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ആ സമയം തന്നെ ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശും കനകയും എല്ലാവരും ഓടി എത്തുന്നുണ്ട്, ജയനൊക്കെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്തായി? ദേവ്യാനി ഇപ്പോൾ ഓക്കെയാണ്, കണ്ണു തുറന്നു സംസാരിച്ചു. പിന്നെ നയനയുടെ കാര്യം ഇതുവരെ പറയാനായിട്ടില്ല. നയന ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല. ആളുടെ ബോഡി ഇപ്പോഴും വീക്കാണ്. നയനയ്ക്ക് ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതേസമയം തന്നെ ഒരു സിസ്റ്റർ വന്നിട്ട് ഡോക്ടർ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ആ സമയത്ത് ഞെട്ടിത്തെരിച്ച് നിന്ന് പോവാണ്. എന്നിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നുണ്ട്. അവിടെ നയന കിടക്കുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് ശ്വാസം വലിച്ച് താഴോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. ഡോക്ടറൊക്കെ ആകെ പേടി ചന്താളിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്റർ പറയുന്നുണ്ട്, ഡോക്ടർ പെട്ടെന്നാണ് ഇങ്ങനെ ഉണ്ടായത്, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വേറും സ്പെഷ്യലായിട്ടുള്ള ഡോക്ടർമാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഡോക്ടർ നമുക്ക് ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ഡോക്ടർ അങ്ങനെ കൈ ഒഴിയരുത്. ഈ കുട്ടിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക ആ കുട്ടിയുടെ ഭർത്താവും അച്ഛനൊക്കെ. എന്ത് ചെയ്യാനാ, ദൈവത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ നമ്മൾക്ക് ഡോക്ടർമാർക്ക് തിരുത്തി എഴുതാൻ പറ്റില്ല. ഇതും പറഞ്ഞ് മറ്റു ഡോക്ടർമാർ കൈ ഒഴിയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നയന മരണത്തോട് മല്ലടിക്കുകയാണ്. എന്നാൽ ഈ ഡോക്ടർ ആകെ ഇല്ലാണ്ടായി പോകുന്ന രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് തന്നെ നയനയുടെ ലെറ്ററൊക്കെ വാങ്ങിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഓപ്പറേഷനിൽ തനിക്ക് എന്തുണ്ടായാലും അത് ഹോസ്പിറ്റലിനെയോ അവിടുത്തെ ഡോക്ടർമാരെയോ ബാധിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഈ ഡോക്ടർ ആകെ ഇല്ലാണ്ടായി പോവാണ്. വളരെ വിഷമത്തോടു കൂടി തന്നെ ആ ഡോക്ടർ നയനയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നയന മരണത്തിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ വേദനയോടെ ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ നയനയുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ വളരെ വിഷമത്തോടെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആദർശിന്റെ മുഖത്തേക്ക് ഒരു ദയനീയമായ രീതിയിൽ നോക്കുന്നുണ്ട്. ഡോക്ടർ എന്താ ഡോക്ടർ, നയനയ്ക്ക് എന്തു പറ്റി? അത് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ നിങ്ങൾ അതിനെ അനുകൂലിച്ചേ പറ്റൂ. നയന നമ്മളെല്ലാവരും വിട്ടുപോയി, അതായത് നയന മരിച്ചു. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്താ ഡോക്ടർ പറയുന്നത്? നയന മരിച്ചെന്നോ? ഡോക്ടർക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ആദർശ്, ശരിയായ കാര്യമാണ് ഞാൻ പറയുന്നത്. യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സോറി സർ, എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരെ വരെ കഴിയൊഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ജയനൊക്കെ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ മറ്റൊന്നും ചുറ്റിലുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ ആകെ കല്ലുപോലെ നിന്ന് പോവാണ് കേട്ടോ. ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ ജലജ നേരെ എല്ലാവരോടും പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ അനാമിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ ഉണ്ടായത്? നയന മരിച്ചെന്നാ ഡോക്ടർ പറയുന്നത്. നയന മരിച്ചെന്നോ? അതെ. ആ സമയം തന്നെ അനാമിക്കും അവളുടെ അമ്മയും അച്ഛനൊക്കെ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാട്ടോ. എന്നിട്ട് പുറത്തെ വിഷമം കാണിക്കുക, അയ്യോ ആ കുട്ടിക്ക് ഇത് എന്തു പറ്റി പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമത്തോടു കൂടി ആദർശിൻ്റെയും ജയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഈ വിവരം അറിയിച്ചിട്ടില്ല. ജയനാണെങ്കിൽ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, നയനമുക്കൊന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടറെ. അപ്പം അജയൻ പറയുന്നുണ്ട്, ഏട്ടാ
അപ്പോൾ തന്നെ ജയൻ താഴെ ഇരുന്ന് പോവാൻ കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഏട്ടൻ ആദ്യം ഒന്ന് അവിടുന്ന് എഴുന്നേൽക്ക്. ആദർശാണെങ്കിൽ ഓടിപ്പോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറാണ്. എന്നിട്ട് നയനയുടെ അടുത്ത് പോയിട്ട് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് തന്നെ നയനയുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആദർശാണെങ്കിൽ നയനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്തിനാ നയനെ, ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. ഇപ്പൊ എന്താ സംഭവിച്ചത്? നീ എന്നെ വിട്ട് പോവല്ലേ നയനെ. ഞാൻ ഒരുപാട് നിന്നെ കഷ്ടപ്പെടുത്തി, ഇനി ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്തില്ല. എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ അല്ലമുറയിട്ട് കരയാണ് കേട്ടോ. എല്ലാവരും ഇത് കേട്ടിട്ട് ഷോക്കായി നിൽക്കുകയാണ്. അപ്പം മറ്റു ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററാണ്, ഇവിടെ കിടന്ന് ഇങ്ങനെ കരയാൻ പാടില്ല. ആദർശ് എന്തായാലും നയനയുടെ ബോഡിയെ വിട്ട് പോകാൻ തയ്യാറാകാതെ നയനയെ തന്നെ ഇങ്ങനെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കാട്ടോ. അപ്പോൾ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കൂ, ഈ കുട്ടി ഇപ്പം നമ്മളെ വിട്ട് പോയിരിക്കുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയിലൂടെ ഭാര്യയെ കാണൂ. ആദർശിന് ദേഷ്യം വരുന്നുണ്ടോ. ആദർശ് എന്നിട്ട് ഡോക്ടറുടെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട്. ആ സമയം തന്നെ മറ്റു നഴ്സുമാരൊക്കെ ആദർശിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. എന്റെ നയന മരിച്ചിട്ടില്ല, നിങ്ങളൊക്കെ എന്നോട് വെറുതെ പറയാണ് എന്നും പറഞ്ഞ് ആ നയനയുടെ ബോഡി വിട്ടുകൊടുക്കാതെ നയനയുടെ ബോഡി തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് നയനയെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദർശിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നയനയുടെ മുഖത്തേക്ക് കുറ്റുന്നുണ്ട്. ആ സമയം തന്നെ നയനയുടെ മുഖത്ത് ഇങ്ങനെ ഓരോ അനക്കമൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ സൂക്ഷിച്ച് നയനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി തുറക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ വലിയ ശബ്ദത്തിൽ നയന നയന എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ അലറി കരയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഡോക്ടർമാർ. പെട്ടെന്നൊരു മിറാക്കിൾ സംഭവിച്ച പോലെയാണ് നയനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. പെട്ടെന്ന് ഒരു നിമിഷം ഡോക്ടർമാർ സന്തോഷിക്കുകയാണ്. അതേസമയം തന്നെ നയനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ കാര്യം പുറത്തെല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ നേഴ്സ് വന്നിട്ട്. ജയനും അജയനും ഒക്കെ വളരെ സന്തോഷമാവാൻ കേട്ടോ. അജയൻ ഇത് വിളിച്ച് മുത്തശ്ശനെ അറിയിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മാലയിട്ട് മല ചവിട്ടാൻ വ്രതശുദ്ധിയോടെ നിൽക്കുന്ന നിങ്ങളൊക്കെ പറയുന്നതല്ലാതെ ദൈവം ആരുടെ വാക്കാ കേൾക്കുക? ഒരിക്കലും നയനമോളെ ദൈവം തിരികെ വിളിക്കില്ല, അത് നയനമോളുടെ പരിശുദ്ധിയാണ്. എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. കാരണം നയന മരണത്തോട് മല്ലടിച്ച് മരിച്ചെന്ന് വരെ ഉറപ്പാക്കി. ആ സ്ഥിതിക്കാണ് പെട്ടെന്ന് നയനയ്ക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. എന്തായാലും ഈ പ്രാവശ്യത്തെ കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. നല്ല അടിപൊളി എപ്പിസോഡാണ്. എന്തായാലും ഇത് ജെനുവിനായിട്ടുള്ള കഥയാണ്. ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നിട്ട് ഇനി പത്തരമാറ്റിൽ വന്നാലായി. എന്തായാലും കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡുകളായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.